സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കെല്ലാം എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ചായക്കടിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. ഒരു 5-10 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ 1 കപ്പ് തേങ്ങ ചിരകിയത് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാനിതാ എരിവിനായിട്ട് ഒരു പച്ചമുളക് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 എണ്ണം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഇതുപോലെ ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ചതച്ചിട്ട് ഇടരുത്, ഇതുപോലെ ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഇതാ ഒരു ഉള്ളിയും ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉള്ളി നല്ല പൊടിയായിട്ട് അരിഞ്ഞിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. പിന്നെ കുറച്ച് മല്ലിയില അല്ലെങ്കിൽ കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്ക് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് പെപ്പർ പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ പച്ചമുളകിന് തന്നെ അത്യാവശ്യം എരിവുണ്ടാവും. അപ്പോൾ പെപ്പർ പൗഡർ വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ആദ്യം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങയും മസാലയെല്ലാം നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഗോതമ്പ് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. ടോട്ടൽ നമുക്ക് 1.5 കപ്പാണ് വേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് 1 കപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ചായിട്ട് വെള്ളം ചേർത്തിട്ട് ഇത് നല്ലപോലെ കുഴച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇനി ഞാൻ 1 കപ്പും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളും ഇതുപോലെ തന്നെ ചെയ്താൽ മതി. ഫസ്റ്റ് 1 കപ്പ് ഇട്ടിട്ട് നോക്കാം, വേണമെങ്കിൽ 1 കപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ 1.5 കപ്പ് ഗോതമ്പ് പൊടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദ യൂസ് ചെയ്യാം, പക്ഷെ കുറച്ചും കൂടി ഹെൽത്തി ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ നമുക്കിതാ ഇതുപോലെ നന്നായിട്ട് കുഴച്ച് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഒരുപാട് ലൂസ് ആക്കേണ്ട, ഇതാ ഈ ഒരു തിക്നെസ്സിലാണ് നമ്മൾ മാവ് റെഡിയാക്കിയിട്ട് എടുക്കേണ്ടത്. ഇനി നമ്മൾ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല. കുറച്ച് ഓയിൽ ചൂടാക്കുക, എന്നിട്ട് ഇതാ ഇതുപോലെ കുറച്ച് മാവ് നമുക്ക് ഇതിലേക്ക് നുള്ളിയിട്ട് കൊടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാക്കിയാൽ നമുക്ക് വേഗം ഇതുപോലെ നുള്ളി ഇട്ട് കൊടുക്കാൻ കഴിയും കേട്ടോ. അപ്പോൾ ഒരുപാട് ലൂസായി പോയാൽ നമുക്ക് നല്ലൊരു ഷേപ്പിലൊന്നും കിട്ടൂല. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു തിക്നെസ്സിൽ റെഡിയാക്കാൻ പറയുന്നത്. അപ്പോൾ ഇതേപോലെ നമ്മൾ ഫുള്ളായിട്ടും ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് സമയം ഒരു സൈഡ് ഫ്രൈ ആക്കിയിട്ട് എടുത്തതിന് ശേഷം നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. നമ്മൾ ഉള്ളിവടയിൽ ഉണ്ടാക്കുന്ന പോലെ തന്നെ നമുക്ക് വേഗത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അതുപോലെ തന്നെ ഇത് നല്ല ചൂടോടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല ക്രിസ്പിയാണ്. ഏകദേശം നമ്മൾ ഉള്ളിവടയെല്ലാം കഴിക്കുന്ന പോലെ തന്നെയാണ്. ഇതുപോലെ നല്ലൊരു ഗോൾഡൻ കളറിൽ നമ്മൾ ഫ്രൈ ആക്കിയിട്ടെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ സ്നാക്കെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം റെഡിയാക്കിയിട്ടെടുക്കാം. അപ്പോൾ ഇതാ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. വൈകുന്നേരം ചായക്ക് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന സാധനങ്ങൾ മാത്രം മതിയാവും ഇത് ഉണ്ടാക്കാൻ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. ഇതുപോലുള്ള വെറൈറ്റി റെസിപ്പികൾ കാണാനായിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്.